ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ അയൽവക്കാരെല്ലാവരും കൂടി മൂന്നാറിലേക്കൊരു ഉല്ലാസയാത്ര പോയതിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ കടുത്ത ചൂടിൽ നിന്ന് അല്പൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി, തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി, ഒരു ചേഞ്ചൊക്കെ വരാൻ വേണ്ടി ഞങ്ങൾ അയൽവക്കത്തെ നമ്മുടെ വള്ളത്തോൾ നഗർ വെട്ടിക്കാട്ടിരി CK റോഡ്, അതായത് ചക്കുറ്റിക്കാട് റോഡ് ഫാമിലിയിലെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി മൂന്നാറിലേക്ക് നേരെ രാവിലെ തന്നെ വെച്ച് പിടിച്ചു. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു കേട്ടോ. അതിൽ ഞങ്ങൾ സാധാരണ വ്യത്യസ്തമായി ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളു പതിച്ചൊരു വേവിന്റെ ചൂടുള്ള പെരുവഴിയിലൂടെ നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാറിലെത്തി. എത്തുന്നതിന് മുമ്പ് അടിമാലി കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ പൂന്തോട്ടത്തിലേക്കാണ് പോയത്. അവിടെ അതിമനോഹരമായ നിരവധി പൂക്കളും ചെടികളും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളത് നടന്ന് ആ സ്ഥലം മൊത്തം കംപ്ലീറ്റ് കണ്ടു. കുട്ടികളൊക്കെ പൂക്കളൊക്കെ കാണുമ്പോൾ ഉണ്ടാവില്ലേ, എല്ലാവരും കുറച്ച് ഇച്ചിരി തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പ്രത്യേക തരം ക്ലൈമറ്റായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇവരുടെയൊക്കെ നടത്തം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ആസ്വദിച്ചാണ് വരുന്നതെന്ന്. കറക്കമൊക്കെ കറങ്ങുന്നുണ്ട്, എന്താണെന്നറിയില്ല. മൊത്തത്തിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിറയെ ചെടികളും അതിൽ വ്യത്യസ്തമായ ചെടികളും പൂക്കളുമാണ് നിറയെ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ താഴെ ചെന്ന് കുറച്ച് താഴെ ഒരു ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പിലേക്ക് കയറിയതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഒരു 5-10 മിനിറ്റ് അവിടെ വിശ്രമിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യം. ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്തവരാരാ ഉണ്ടാവുക. അതിനുശേഷം ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. മൂന്നാറിൽ നിന്ന് പിന്നെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, സ്ഥലം മൊത്തം ചുറ്റി കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ നമ്മൾ പള്ളിവാസൽ പവർ സ്റ്റേഷൻ, കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് അടുത്തത് പോയത്. അത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ, വെള്ളച്ചാട്ടം പോലെ അതിനെ കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അത് ശരിക്കും ആസ്വദിച്ചു. പിന്നെ എക്കോ പോയിൻ്റ് പോയി താഴെ പോയി. അവിടെ ശരിക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചത്. ചെറിയൊരു മഴയും ചളിയൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയത്ത് നല്ലൊരു മഴ പെയ്തായിരുന്നു. അതിനുശേഷം ചളി ഒക്കെ ആകുമ്പോൾ നമ്മൾ നോക്കി നമുക്ക് പതുക്കെ നടന്ന് വഴിക്ക് വീഴാതെ
പോയി. അവിടെ കുട്ടികൾക്ക് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഒരു ഊട്ടിയിലെങ്ങനെയാണോ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അവിടെ. അതിന് ശേഷം വന്ന സ്ഥലമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഒരു വൈകിട്ട് ഒരു 6-6:30 ആകുമ്പോൾ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെയാണ് നമ്മുടെ പറയാനുള്ള അടിപൊളിയായിട്ടുള്ള വാട്ടർഫോൾസുണ്ടായിരുന്നു. അത് ദുബായിലും സ്ഥലങ്ങളിലൊക്കെയാണ് ശരിക്കുള്ളത്. അതൊരു എന്താ പറയുക, ആസ്വദിക്കാനുള്ള തന്നെയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു വലിയ ഗാർഡനായിരുന്നു. അതായത് പൂക്കളും ചെടികളൊക്കെ ഉള്ള സ്ഥലം. കൂടാതെ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും. വെയിറ്റ് ചെയ്ത് നമ്മൾ 7 മണി മുതൽ 7:30 വരെ അരമണിക്കൂർ പാട്ട് ഉണ്ടായിരുന്നു. അത് ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടി മാത്രം നമ്മളുടെ സമയം ചെലവഴിച്ചു. $100 ടിക്കറ്റ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ മൊത്തം മാറിപ്പോയി. എല്ലാം എനിക്ക് അവസാനം ശരിക്കും നമ്മളെ മനസ്സിനൊരു കുളിർമ, കണ്ടതിൽ വലിയ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന സംഭവങ്ങളാണ്. അപ്പോഴേക്കും 8 മണിയൊക്കെ കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഇനി അവിടെ അടുത്ത ഒരു വീട്ടിൽ പോകാനില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിന്നെ പെരുമ്പാവൂർ അടിമാലി ഭാഗത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് ഇവിടുന്ന് എല്ലാവരും ഊട്ടിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാൽ കൊടുക്കുന്നത്. സത്യത്തിൽ ഊട്ടിയല്ല. ഇതെന്താ ഈ മരത്തിൻ്റെ പേര്? മാവ്. പൈൻ മരങ്ങൾ. ഈ പൈൻ മരമൊക്കെ കണ്ടപ്പോൾ കാടും ഇതൊക്കെ കണ്ടപ്പോൾ ഊട്ടിയാന്ന് വിചാരിച്ചു. ഊട്ടിക്കുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ട്, നല്ല തണവാണ്. തിരിച്ചു പോയി കൂടുതലും ഇവിടെ നിന്നാൽ തണുത്ത് വിറച്ച് വല്ല അസുഖം പിടിക്കും. അത് പോവാണ്.